രണ്ടാമത് നമ്മൾ സംസാരിക്കുന്നത് വെനസ്വേലയെക്കുറിച്ചാണ്. അവിടെ അമേരിക്ക നടത്തിയിട്ടുള്ള ഇൻവേഷന് ശേഷം ലോകത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അത്ഭുതം ഉണ്ടാക്കുന്നതാണ്. എന്നുവെച്ചാൽ ഒരു പരമാധികാര രാജ്യത്തിന് മേൽ അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണം, തട്ടിക്കൊണ്ടുപോകൽ, ഞങ്ങളിനി അവിടെ ഭരിക്കാൻ പോകുന്നു, അവിടുത്തെ എണ്ണ മേഖലയാകെ ഞങ്ങളാണിനി റൺ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അമേരിക്ക പ്രഖ്യാപിക്കുമ്പോഴും ലോകത്തൊരു സിസ്റ്റം എന്ന് നമ്മൾ വിചാരിക്കുന്ന UN പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ മറ്റ് വൻകിട രാഷ്ട്രങ്ങൾ ഇവയുടെയൊക്കെ പ്രതികരണം എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്, നിരാശാജനകമാണ്. അമേരിക്കയുടെ ഇൻവേഷൻ്റെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായം കൂടി വളരെ കൂളായിട്ട് അവർ പൂർത്തിയാക്കി പോകുന്നത് കാണുന്നു. ഏറ്റവും വലിയ എണ്ണ സമ്പത്തുള്ള രാജ്യത്തെ ഇനിയിപ്പോൾ അവരാണ് കൊണ്ടു നടക്കാൻ പോകുന്നത് എന്നതുകൂടി കാണുക. പലതരത്തിലുള്ള പ്രതികരണം ലോകത്തുണ്ടാക്കുന്നുണ്ട്. ലോകത്തെ പല മേഖലകളിലും കടുത്ത പ്രതിഷേധം അമേരിക്കയ്ക്കെതിരെ ഉയർന്നു വരുന്നു. വെനിസ്വേലയിൽ തന്നെ ചില വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ കാണുന്നു. ഇൻഫ്ലേഷൻ പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഇനി മറികടക്കാൻ പോവുകയാണെന്ന നിലയ്ക്കുള്ള അവിടുത്തെ ആളുകളുടെ പ്രതികരണം കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് വെനിസ്വേലയുടെ ഭാവി എന്നതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്താണ് ജിംസ് കാണുന്നത് ഈ വെനസ്വേലയിൽ സംഭവിക്കാൻ പോകുന്ന ഇനി എന്തെന്ന്? അല്ല, വെനസ്വേലയിൽ ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണമല്ലോ ആദ്യം. നമ്മളതിന് വളരെ കൂളായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മളും കൂളായിട്ടാണ് അതിനെ കാണുന്നത്. അതായത് ഈ ട്രംപ് ചെയ്ത എന്തോ ഒരു ഹീറോയിക് പരിപാടിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. എന്തോ സംഭവമാണ്, മാധ്യമങ്ങളുണ്ട്. വന്ന് പിടിച്ചുകൊണ്ടാകും പോയി, രണ്ടുപേരെ പിടിച്ചുകൊണ്ട് പോയി വീരസ്യം പറയുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ഇതെന്താണ്? അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, അമേരിക്കൻ നിയമങ്ങളുടെ ലംഘനമാണ്. അമേരിക്കയുടെ നിയമം തന്നെ ലംഘിക്കുകയാണ്. കാരണം മറ്റൊരു സോവറിൻ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് വരുന്ന അമേരിക്ക സമ്മതിക്കില്ല. പക്ഷേ അമേരിക്ക ട്രംപ് അതിനെ ഇനി ന്യായീകരിക്കുന്നത് അയാളെ ഭരണാധികാരിയായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അയാളുടെ ഇലക്ഷൻ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരും എന്നുള്ളതാണ് അവരുടെ ന്യായം. ഇതിന് മുമ്പ് ഇവർ ചെയ്തിട്ടുണ്ട്. 89 പനാമയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം. അതും ഈ പറഞ്ഞുകൊണ്ടാണ് ഡ്രഗ് കടത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അമേരിക്കയിലേക്ക് വരുന്ന ഡ്രഗിൻ്റെ 10% പോലും വെനസ്വേലയിൽ നിന്ന് വരുന്നില്ല. വെനസ്വേലയിൽ ഉൽപ്പാദിപ്പിച്ച ഡ്രഗ് അല്ല അമേരിക്കയിലേക്ക് വരുന്നത്. വെനസ്വേല ഒരു ഇടത്താവളമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. അവിടേക്കും പ്രധാനമായും ഡ്രഗ്സ് വരുന്നത് മെക്സിക്കോയിൽ നിന്നും കൊളംബിയയിൽ നിന്നുമാണ്. അങ്ങനെയാണെങ്കിൽ നാളെ പോയിട്ട് അവർ രണ്ടുപേരും പൊക്കി കൊണ്ടുവരുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ല, ഈ പറയുന്ന ബോർഡറിലൂടെ മയക്കുമരുന്ന് കടന്നുണ്ടെങ്കിൽ അത് തടയേണ്ട പണി ആരുടെയാണ്? തടയേണ്ട പണി ട്രംപിൻ്റെയാണ്. അതിന് പകരം അത് വരുന്ന സ്ഥലത്ത് നിന്ന് ആളുടെ പ്രസിഡന്റിനെ പൊക്കുക. അങ്ങനെയാണ് ഇവർക്ക് പോയിട്ട് ആ ഡ്രഗ് കാർട്ടലുകൾ പിടിച്ചാൽ പോരെ? ഈ മറീനുകളെ പറഞ്ഞിട്ട് ഡ്രഗ് കാർട്ടലുകൾ മുഴുവൻ നാമാവശേഷമാക്കിയാൽ പോരെ? മറ്റു രാജ്യങ്ങളിൽ പോയി ടെററിസ്റ്റുകൾ ആക്രമിക്കുന്ന പോലെ. അപ്പോൾ ഇത് നഗ്നമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇപ്പോൾ ഇന്ന് 5-ാം തീയതിയാണല്ലോ. ഇന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ അടിയന്തരമായി യോഗം ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് റഷ്യയും ചൈനയൊക്കെ പറയും ഇത് കാണിച്ച പോക്രിത്തനാണ് എന്തെങ്കിലും പറയും, ഇവർ വീറ്റോ ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതിൽ രസകരമായ കാര്യം, അവിടുത്തെ ഒരു പ്രതിപക്ഷ നേതാവ് എന്താണ് മരിയ മച്ചാഡോ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് നോബൽ സമ്മാനം കിട്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷ അവരായിരിക്കും ഇനി അടുത്ത പ്രസിഡന്റ്. അവരെ പ്രസിഡന്റാക്കാൻ പറഞ്ഞാൽ അവർ പറ്റില്ല, അവർക്ക് അത്ര പോപ്പുലർ സപ്പോർട്ടില്ല എന്ന്. ഏത് അവിടുത്തെ പ്രതിപക്ഷമെന്ന് അമേരിക്ക തന്നെ അവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന അവരോട് പറയാം അവർക്ക് അത്ര പോപ്പുലാരിറ്റി വരാം. ട്രംപ് പറയാണ്. അതിൻ്റെ കാരണം എന്താ? അളിയന് കൊടുക്കാത്ത നോബൽ പ്രൈസ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഇനി അവർ പോരാ, ഞങ്ങൾ നേരിട്ട് ഭരിച്ചോളാം എന്നുള്ളതാണ് ഇപ്പോൾ ലൈൻ. ഇപ്പോൾ ഒരു വൈസ് പ്രസിഡന്റ് അവരുടെ ചുമതലയായിട്ടുണ്ട്, അവരെ ഭരിക്കാൻ അനുവദിക്കുമോ നമുക്കറിയില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതാണ്. വെനസ്വേലയ്ക്കെതിരെ മുമ്പ് ഒരു ആക്രമണം കോപ്പ് കൂട്ടിയപ്പോൾ ആ ലക്ഷ്യം മറ്റൊന്നുമല്ല, ലോകത്തെ ഏറ്റവും വലിയ എണ്ണ റിസർവുള്ള രാജ്യമാണ് വെനസ്വേല. അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ ഭരിക്കാൻ അനുവദിച്ചാൽ, ഇപ്പോൾ ഹൂഗോ ഷാവേസിൻ്റെ കാലം 99 അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ ആ നാട് അന്ന് അമേരിക്കൻ നിയന്ത്രണത്തിലായിരുന്നു. ഹൂഗോ ഷാവേസ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരു ബൊളിവേറിയൻ ശൈലിയിലുള്ള ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈ എണ്ണ വിറ്റ് ആ പണം കൊണ്ട് സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നു. അവിടെ 50% മനുഷ്യർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള രാജ്യമായിരുന്നു. അയാളത് നേരെ പകുതിയായി കുറച്ചു. 10 കൊല്ലം കൊണ്ട് നേരെ പകുതിയായി കുറച്ചു. അദ്ദേഹം ഈ എണ്ണ വിറ്റ് കിട്ടുന്ന പൈസ മുഴുവൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവിടെ വലിയ മാറ്റമുണ്ടായി. 13% വരെ അവരുടെ GDP വളർച്ച ഉണ്ടായി. ഇത് കണ്ടപ്പോൾ അമേരിക്ക പിന്നെ കണ്ണിക്കടി തുടങ്ങി. അവരെന്താ ചെയ്തത്? നീണ്ട ഉപരോധത്തിന് പുറകെ ഉപരോധങ്ങൾ. അവർക്ക് അവരുടെ എണ്ണ വിൽക്കാൻ കഴിയില്ല. അത് 99 ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ ഏറുമ്പോൾ കുഴിച്ചു എടുത്തുകൊണ്ടിരുന്ന എണ്ണയുടെ പകുതി പോലും അവർക്ക് ഖനനം ചെയ്യാൻ പറ്റാത്ത വിധവും ഉപരോധങ്ങളാൽ വിയർപ്പ് മുട്ടിച്ചു. അതായത് അവനവൻ്റെ ഭൂമിയിലുള്ള എണ്ണ എടുത്ത് വിറ്റ് ജീവിക്കാൻ സമ്മതിക്കില്ല. എന്താ കാരണം? അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ഭരണാധികാരി വന്നു, അയാൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അമേരിക്കയ്ക്ക് തോന്നുന്നു. ഇപ്പോൾ ഹൂഗോ ഷാവേസിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ ഉപരോധങ്ങളാൽ അത്യാവശ്യം നന്നായിട്ട് ആ രാജ്യം മുന്നോട്ട് പോവുകയും സാമ്പത്തിക വളർച്ച നേടുകയും പട്ടിണി ഇല്ലാതാവുകയും അടിസ്ഥാന മേഖലകളിൽ ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഓയിൽ റവന്യൂവിൽ നിന്ന്. ആ രാജ്യം നന്നായിട്ട് പോകുന്നതാണപ്പോൾ കണ്ണിക്കടി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹൂഗോ ഷാവേസിനെതിരെ ഉപരോധം. ഷാവേസിന് ശേഷം അദ്ദേഹത്തിന് പിൻഗാമിയായ നിക്കോളാസ് മദറോ വരുമ്പോഴത്തേക്കും ഈ ഉപരോധങ്ങളാൽ മുന്നോട്ട് പോകാനേ കഴിയാത്ത വിധം. അതാണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം വെറുതെ ഉണ്ടാവുന്നതല്ല. ആ ഇൻഫ്ലേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അമേരിക്ക കാരണമാണ്. അപ്പോൾ അമേരിക്ക കാരണം ഇൻഫ്ലേഷൻ ഉണ്ടായ ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരിക്ക് പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടാൽ അമേരിക്ക തന്നെ വന്ന് അയാളെ പുറത്താക്കുമോ? ഇതെന്തൊരു കാട്ടുനീതിയാണിത്. കാട്ടുനീതി എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ളവർക്ക് നടക്കേടാണ്.
ഇത് കാട്ടുനീതിയാണ്. ഇനിയിപ്പോൾ ഇത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആകും? ഇത് ഇറാൻ ആപ്ലിക്കബിൾ ആവും, ചൈനയ്ക്ക് ആപ്ലിക്കബിൾ ആവും, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പുട്ടിൻ്റെയും ചൈനയുടെ അടുത്തേക്ക്. അങ്ങനെ അത് നടക്കില്ല. നടക്കുന്നിടത്ത് ഇവർ പോവും. നടക്കുന്ന എല്ലാ ചെറിയ രാജ്യങ്ങളിലും ഇവർ പോയിട്ടുണ്ട്, അവരെ പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്, ആളെ മാറ്റിയിട്ടുണ്ട്. ഇനി പട്ടാളം ഇറങ്ങാതെ തന്നെ അവർ എത്ര അട്ടിമറി നടത്തിയിട്ടുണ്ട് ചിലിയിൽ, എത്രയോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ. അപ്പോൾ ഇത് ഇപ്പം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഇത്രയും നാളുണ്ടായിട്ട് ഇപ്പം എന്തായിരിക്കും ചെയ്യുന്നത്? ചില കോൺസ്പിറസി തിയറികളുണ്ട്. എപ്സ്റ്റീൻ ഫയലിൽ ചർച്ച കിടക്കുകയാണ്, അപ്പോൾ അതിനൊന്നും മാറ്റിവിടാം എന്നുള്ളൊരു തിയറിയുണ്ട്. ആ തിയറി പറയുന്നത്, പക്ഷേ അതിന് തെളിവൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. പ്രധാനമായ അവരുടെ ലക്ഷ്യം എണ്ണ തന്നെയാണ്. കാരണം ഇപ്പോൾ അമേരിക്ക ഓയിൽ സർപ്ലസ് രാജ്യമാണ്. ഓയിൽ സർപ്ലസ് പറഞ്ഞാൽ അവർക്ക് അവരുടെ എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നുണ്ട്. അവരുടെ ആഭ്യന്തര ഉപയോഗം കഴിഞ്ഞ് കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന അത്ര എണ്ണ സർപ്ലസ് രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കയുടെ എണ്ണ വാങ്ങുന്നതിനേക്കാൾ ചീപ്പ് വിലയ്ക്ക് വെനസ്വേലയിൽ നിന്നും റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെ എണ്ണ കിട്ടുന്നു. ഇപ്പോൾ വെനസ്വേലയുടെ എണ്ണ വാങ്ങിക്കൊണ്ടുപോയി വിറ്റ് കൊടുക്കുന്നത് ഇറാനാണ്. അതായത് വെനസ്വേല ഒരു ഫാൾസ് ഫ്ലാഗ് ഷിപ്പിൽ അവിടുന്ന് ഷിപ്പ് ചെയ്യുന്നു, നടുക്കടലിൽ വെച്ചത് ഇറാൻ ടാങ്കറിലേക്ക് മാറ്റുന്നു, ഇറാൻ കൊണ്ടുപോയി വിൽക്കുന്നു, പൈസ ഡോളറിലല്ലാതെ വേറെ രീതിയിൽ വെനസ്വേലയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് ഉപരോധം മറികടക്കുന്നത്. റഷ്യ എങ്ങനെയാണോ മറികടന്നത് അതുപോലെ വെനസ്വേലയ്ക്ക് വേണ്ടി ഇറാൻ ചെയ്തു കൊടുക്കുകയാണ്. ഈ ഇറാനെ ഭീഷണിപ്പെടുത്തുകയാണ്. അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് ഇറാനിൽ ഭരണകൂടത്തിനെതിരെ ഇറാൻ ഭരണകൂടം എന്തെങ്കിലും ചെയ്താൽ, പ്രൊട്ടസ്റ്റിനെതിരെ ഇറാൻ ഭരണകൂടം ചെയ്താൽ ഖാംനെയിയെ ഞങ്ങൾ തകർക്കും. ഇത് ഇവിടെ എന്താണ് ചെയ്യുന്നത്? UN നോക്കിയിരിക്കുകയാണ്. UN ഒന്നും ചെയ്യാൻ പറ്റില്ല. UN സെക്രട്ടറി ജനറൽ ഏതാണ്ട് പറയുന്നുണ്ട് വളരെ മോശമായിപ്പോയി, അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെന്നല്ല, അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നു തുടങ്ങുന്ന സമയത്താണ് ഈ പനാമ ക്രൈസിസ് ഉണ്ടാകുന്നത്. പനാമയിൽ US പട്ടാളം ഇറങ്ങുന്നത്. ആ ഒരു ശാക്തിക ചേരി ഇല്ലാതായിരിക്കുന്നു. ഈ ശാക്തികേരി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നു. ഇപ്പോൾ ചൈനയും റഷ്യയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ചൈനയ്ക്കും റഷ്യയ്ക്കും അങ്ങനെയുള്ള അന്താരാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങളിൽ അവർക്ക് പ്രത്യേകിച്ച് ചേരിയില്ല. അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നേ അവർ വിചാരിക്കുകയുള്ളൂ. ഇപ്പോൾ വെനസ്വേല കയറി ആക്രമിച്ചാലോ ചൈന അത് മൈൻഡ് ചെയ്യാൻ പോകില്ല. ചൈനയുടെ അടുത്തേക്ക് എന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. റഷ്യയെ സംബന്ധിച്ച് പുട്ടിൻ ഈ പറയുന്നത് പോലെ ഒരു വ്യക്തി മാത്രമാണ്, ഒരു ഏകാധിപതിയാണ്. ആ ഏകാധിപതി എടുക്കുന്ന തീരുമാനങ്ങൾ രാഷ്ട്രീയമുണ്ടാകാം, അരാഷ്ട്രീയതയുണ്ടാകാം. ചില കാര്യങ്ങൾ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് അഭിപ്രായം പറഞ്ഞാൽ ചിലത് മിണ്ടായിരിക്കും. ഇതിലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൽ അത് അമേരിക്ക വീറ്റോ ചെയ്യപ്പെടും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പോകുന്നൊന്നുമില്ല. വെനസ്വേലയുടെ ഭാവി വീണ്ടും വെനസ്വേല മുമ്പുണ്ടായിരുന്ന പോലെ ഒരു നേരിട്ടുള്ള അമേരിക്കൻ അധിനിവേശത്തിലേക്ക് വെനസ്വേല പോവുകയാണ് എന്നുള്ളതാണ്. ദിവസം അങ്ങനെയുണ്ട്. ഇപ്പോൾ അമേരിക്കൻ സുപ്രീമസി എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാതെ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അമേരിക്കൻ സുപ്രീമസി ഉണ്ട്, അത് വസ്തുതയാണല്ലോ. അതാണ് ഒരു പരമാധികാര രാഷ്ട്രത്തലവനെ ആരും അറിയാതെ ഹെലികോപ്റ്ററിൽ കമാൻഡോസിനെ ഇറക്കി പൊക്കിക്കൊണ്ടുപോകാൻ പറ്റുക, അയാളെ ഭാര്യയെ പൊക്കിക്കൊണ്ടുപോകാൻ പറ്റുക. എന്നിട്ട് ഇതാണ്ട് ഞങ്ങൾ പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പിന്നെ ട്വിറ്ററിൽ സോഷ്യൽ മീഡിയയിൽ പടം ഇട്ടിട്ട് ആ പൊക്കിക്കൊണ്ടുവന്ന രാജ്യത്തിൻ്റെ അധ്യക്ഷൻ തന്നെ ലോകത്തെ മൊത്തം അറിയിക്കുക. അങ്ങനെയല്ലല്ലോ, അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും പറയാമല്ലോ. എന്തും ചെയ്യും. അങ്ങനെയൊന്നുമല്ല, ആളെ പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ പിടിച്ചിട്ടുണ്ട് എന്ന് പടം ഇടുകയാണ്. ആ നിലയ്ക്ക് ജെന്യൂനാണ്. ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞതിലൊക്കെ പറഞ്ഞു അത്. എന്നിട്ട് ആ പത്രസമ്മേളനം കണ്ടു നിഷാദ്, ഈ ട്രംപും മാർക്കോ റൂബിയും കൂടി അവരൊന്നിച്ച് നടത്തുന്ന പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ ഫ്ലോറിഡയിലെ റിസോർട്ടിൽ വെച്ചിട്ട് എത്ര കൂളായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിലാണ് ഈ പറയുന്നത്, മറ്റേ അവിടെ ഒരു സിക്ക് മാൻ ഇൻ കൊളംബിയ, ഐ തിങ്ക് ദ ലെസൺ ഈസ് ലേൺഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊളംബിയ നോക്കണം, മറ്റേ മെക്സിക്കോ നോക്കണം, ക്യൂബ സെനൈൽ പീപ്പിൾ ഒരു സെനൈൽ, ഇതാണ് ക്യൂബ ഭരിക്കുന്ന ആളുകൾ പ്രശ്നമാണ്. അപ്പോൾ ക്യൂബയും കൊളംബിയയും പിന്നെ മെക്സിക്കോയൊക്കെ സൂക്ഷിച്ചോ, ഐ തിങ്ക് ദ മെസ്സേജ് ഈസ് കൺവേഡ് എന്നാണ് റൂബിയോ പറയുന്നത്. അപ്പം പണ്ടത്തെ മാതിരിയുള്ള കഥ. ഇപ്പോൾ ഇവിടെ ഒരു പ്രസിഡൻ്റ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രസിഡൻറ്റ് ഓഫ് ആക്ഷൻ, നോട്ട് പ്രസിഡൻറ്റ് ഓഫ് പ്രസ് ബ്രീഫ് എന്നാണ് പറയുന്നത്. നമുക്കൊരു അടിപൊളി പ്രസിഡൻ്റ് ഇവിടെ ഉണ്ട്, പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യും, അതുകൊണ്ട് ശ്രദ്ധിച്ച് എന്തും ചെയ്യും എന്ന് പ്രസിഡൻറ്റിനെ സാക്ഷി നിർത്തി മാർക്കോ റൂബിയോ പറയുകയാണ്. അപ്പോൾ ഞാൻ അങ്ങേർക്ക് മഡൂറോയെക്കുറിച്ചാണ്, അങ്ങേർക്ക് ഇഷ്ടംപോലെ അവസരം കൊടുത്താണ് നന്നാകാൻ വേണ്ടിയിട്ട്. അവൻ നന്നായില്ല, പറയണം കേൾക്കണില്ല. ഡോണ്ട് പ്ലേ ഗെയിംസ്, പ്രസിഡൻറ്റ് സേസ് ഡോണ്ട് പ്ലേ ഗെയിംസ്, കളിക്കണ്ട കേട്ടോ, പിടിച്ചു കൊണ്ടുവരും. ഇതാണ് രീതി. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ ഈ ഗസ ഇഷ്യൂ ഉള്ള സമയത്ത് സംസാരിക്കാൻ ഞാൻ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. ഇതിൽ അടിസ്ഥാനപരമായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ നിലനിർത്തുന്ന ഒരു ത്രെഡ്, അതെന്താണ് നമ്മൾ ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നൊരു സംഗതി. ഇപ്പോൾ ഈ സംഭവത്തെ അപലപിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ പ്രസ്താവനയിൽ ഉപയോഗിച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു പ്രയോഗം ഇതാണ്, വയലേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോകം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? നമുക്ക് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്ന സംഗതിയുണ്ട്.
ജനേവ കൺവെൻഷനുണ്ട്, UN ഉണ്ട്, UN ചാർട്ടറുണ്ട്. ഇങ്ങനെ കുറേ സംഗതികളാണ് ലോകത്തെ കൊഹസീവായിട്ട് വലിയ കുഴപ്പത്തിലൊന്നും ചാടിക്കാതെ, ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾ പോലെയുള്ള ഗുരുതരമായ സംഭവങ്ങളില്ലാതെ, അരാജകത്വമില്ലാതെ ഈ ലോകത്തെ നിലനിർത്താൻ അതിനെ സാധ്യമാക്കുന്ന ത്രെഡുകളാണത്. അത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗുരുതരമായ സ്വഭാവത്തിൽ അതിൻ്റെ പിരികൾ അയയുകയും പൊട്ടുകയും ചെയ്യുന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു ഈ ഗസ ആക്രമണം എന്ന് പറയുന്നത്. ആ സമയത്ത് ശ്രദ്ധിക്കണം, ഈ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾക്കെതിരെ ദീർഘമായ പരിശ്രമങ്ങൾക്കൊടുവിലാണെങ്കിലും വളരെ വൈകിയാണെങ്കിലും ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടും ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഇടപെടുന്നു. അമേരിക്ക എടുത്ത പൊസിഷൻ എന്താ? യുവന്മാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ വിധി പറഞ്ഞ ജഡ്ജിമാരെ നമ്മൾ സാങ്ഷൻ ചെയ്യാൻ പോവുകയാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഇൻ്റർനാഷണൽ കോർട്ട്, UN നിയമപ്രകാരം ഉണ്ടാക്കിയുള്ള ഇൻ്റർനാഷണൽ കോർട്ട്, അതിൻ്റെ ട്രിബ്യൂണൽ ഒരു വിഷയത്തിൽ വളരെ വൈകിട്ടാണെങ്കിലും ഇടപെടുന്നു. വളരെ എന്താ പറയുക, വളരെ മൃദുവായ ചില നടപടികൾ സ്വീകരിക്കുന്നു. ബാലൻസ്ഡ് ആണെന്ന് നെതന്യാഹുവിനെ ഇൻഡിക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഇസ്മായിൽ ഹനിയെ ഇൻഡിക്റ്റ് ചെയ്യുന്നുണ്ട്, യഹ്യ സിൻവാറിനെ ഇൻഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചപ്പോൾ അമേരിക്ക എന്താ പറയുന്നത്? ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യും, അവരെ സാങ്ഷൻ ചെയ്യും, UN ഉദ്യോഗസ്ഥരെ സാങ്ഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്ത് നമുക്കറിയാം, എന്ത് പ്രശ്നമുണ്ടായാലും ഏത് സംഘർഷ മേഖലയിലും ഏറ്റവും സുരക്ഷിതരായി പ്രവർത്തിക്കാൻ പറ്റുന്ന ആളുകളാണ് UN ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. ഗസയിൽ 300 ചില്ലാൻ UN ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. UN ഉണ്ടായതിന് ശേഷം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഒരു സിംഗിൾ ഇവൻറ്റിൽ. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആധുനിക ലോകത്തെ ലോകഘടനയെ നിലനിർത്തുന്ന, അതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നൂലുകളെല്ലാം ദുർബലമാകുകയും അറ്റുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിൽ അത്ഭുതപ്പെടുത്തുന്ന സ്വഭാവത്തിൽ അങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ്, ഇന്നലെ വരെ പ്രസിഡൻ്റായിരുന്ന മനുഷ്യൻ ഇന്ന് കയ്യാമം വെക്കപ്പെട്ട് മറ്റൊരു രാജ്യത്തെ ഡിറ്റൻഷൻ സെൻറ്ററിലാണ്. എന്നിട്ട് അത് ചെയ്ത ആൾ പറയാണ്, സൂക്ഷിച്ചോ, മറ്റേ ഗുസ്താവിനും കൊളംബിയയിലും ഇത് വരും, മെക്സിക്കോയിലും ഇത് വരും, ക്യൂബയിലും ഇത് വരും. ഇന്ന് അദ്ദേഹം ഫ്ലൈറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു. ക്യൂബയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 4 or 5 തവണ സിക്ക് നാഷൻ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്. സിക്ക് നാഷൻ, എ സിക്ക് നാഷൻ ടു ഇൻ അവർ നൈബർഹുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ സിക്കാണ്, അതിൻ്റെ ലീഡേഴ്സ് സിക്കാണ്, അവർക്കൊന്നും കൂടുതൽ അവിടെ പൈസയൊന്നുമില്ല, എക്കണോമി വീക്കാണ്. അതുകൊണ്ട് അതേസമയം കുറേ മാർവലസ് ക്യൂബൻ അമേരിക്കൻസ് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, എനിക്കൊന്ന് ഇവരെ അങ്ങോട്ട് വിട്ടിട്ട് അവിടെ ഒരു അട്ടിമറി നടത്താനുള്ള പ്ലാനുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ അമേരിക്കൻ മിലിറ്ററി മൈറ്റ് എന്ന് പറയുന്നത് ഇതിന് സാധ്യമാകുമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഒരു പ്രസിഡൻറ്റിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവർക്ക് അതിനുള്ള ആയുധമുണ്ട്, അതിനുള്ള സന്നാഹങ്ങളുണ്ട്. നമുക്കറിയാം, ആദ്യം തന്നെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാരക്കാസിലെ മുഴുവൻ എയർ ഡിഫൻസ് സിസ്റ്റം അറ്റാക്കിയാണ് ചെയ്യുന്നത്. എയർ ഡിഫൻസ് സിസ്റ്റം ഇന്നത്തെ ഒരു ലോകക്രമത്തിൽ നമുക്കറിയാം, ഒരു രാജ്യത്ത് നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അവരുടെ എയർ സ്പേസ് സുരക്ഷിതമാക്കിയിരിക്കണം, അല്ലെങ്കിൽ ആർക്കും ഏത് സമയത്തും വന്ന് എന്തും ചെയ്തു പോകാൻ പറ്റും. പക്ഷേ എയർ ഡിഫൻസ് സിസ്റ്റം, ദുർബലമായ എയർ ഡിഫൻസ് സിസ്റ്റമാണ് അവർക്കുണ്ടാകുക, സ്വാഭാവികമാണ്. അതിനെ തകർക്കുന്നു, ശേഷം ഇവരുടെ കമാൻഡോസിനെ അയക്കുന്നു, ഹെലികോപ്റ്ററിൽ അയക്കുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നില്ലേ? അവരിറങ്ങി വരുന്നു, പ്രസിഡന്റ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നു, അദ്ദേഹത്തെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. ഇങ്ങനൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം നോക്കുക. അത് ലോകത്തോടെ ഏറ്റവും നന്നായി പറഞ്ഞ ഒരു സന്ദർഭമായിരുന്നു ഗസ, ഒരിടമായിരുന്നു ഗസ. ആ സമയത്ത് അന്താരാഷ്ട്ര സമൂഹം അതിനോട് വേണ്ടത്ര ഉണർന്ന് പ്രവർത്തിച്ചില്ല. നോക്കുക, അതേ സംഗതി തന്നെയാണ് മറ്റൊരു സ്വഭാവത്തിൽ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലെല്ലാറ്റിലുള്ള കുറേ പാരലായിട്ടുള്ള കുറേ സമാനമായുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഗസ സംഭവിക്കുമ്പോൾ നെതന്യാഹുവിൻ്റെ കൂടെ നിൽക്കുവാൻ, IDFൻ്റെ കൂടെ നിൽക്കുവാൻ, അവർ ചെയ്തു കൂട്ടുന്ന തോന്നിയാസങ്ങളെ പിന്തുണക്കുവാൻ നമ്മുടെ നാട്ടിൽ 3 കൂട്ടരാണ് ഉണ്ടായിരുന്നത്. മിത്രങ്ങൾ, പിന്നെ ക്രിസംഗികൾ, നാസ്തിക മോർച്ചക്കാർ. ഇതിലും സെയിം പാറ്റേണാണ് ശ്രദ്ധിച്ചത്, സെയിം പാറ്റേണാണ്. പിന്നെ വെനസ്വേല, അത് നമ്മളെ പാതിരിമാരെയൊക്കെ ഭയങ്കരമായിട്ട് കുഴപ്പത്തിലാക്കുന്ന സർക്കാരാണ് മദ്യൂറോയുടെ സർക്കാർ. പിന്നെ ഒരുപാട് അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബിഷപ്പുമാരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പക്കാരനാണ്, അവന് ജിഹാദികളുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണം. ഇങ്ങനെ ഫലസ്തീൻ്റെ കൂടി പിടിക്കുന്ന കഫിയായിട്ടൊക്കെ പടം വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തെ അമേരിക്ക അടിപൊളി ഓപ്പറേഷനാണ് നടത്തിയെന്നുള്ളതാണ്. ഇവരുടെ പ്രശ്നം എന്താണ്? നാസ്തിക മോർച്ച ടീമിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓയിൽ ഫീൽഡൊക്കെ പ്രൈവറ്റൈസ് ചെയ്തു, എന്താ ചെയ്യുക, നാഷണലൈസ് ചെയ്തു.
എന്നിട്ട് ആകെ പട്ടിണിയായി കുഴപ്പമായി. പിന്നെ സോഷ്യലിസം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് സ്വന്തം ജനതയെ അടിച്ചമർത്തിയ മനുഷ്യനാണ്. ഇത് ശരിയാണ്. വെനസ്വേലയിൽ മദൂറോ സമ്പൂർണ്ണമായി സ്വീകരിക്കപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവിടെ എല്ലാ രാജ്യത്തും ഉള്ളതുപോലെ അവർ ഡിവിഷനുണ്ട്, ജനങ്ങൾക്കിടയിൽ ഡിവിഷനുണ്ടെന്ന് മാത്രമല്ല ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല ഭരണകൂടത്തിന്. ഒരു സ്റ്റേറ്റ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുമ്പോഴാണല്ലോ ഭരണകൂടം സ്വീകരിക്കപ്പെടുക. അത് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത ഭരണകൂടമാണ്. ഡെലിവർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ചൈനക്കാരൻ അജീംസ് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ അവരെ ഏതെങ്കിലും നിലക്ക് അവരെ ഡിഫങ്റ്റാക്കി മാറ്റുകയാണ്. അവർക്ക് ഏതെങ്കിലും പെർഫോം ചെയ്യാനുള്ള ഒരു സന്ദർഭവും ഇല്ലാത്ത ഇത് അത് തന്നെയാണ് ഇറാനും സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജനവിരുദ്ധ ഭരണകൂടമാണ്, സോഷ്യലിസ്റ്റ് ഭീകര ഭരണകൂടമാണ്, ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഭരണകൂടമാണ്. അത് പൊളിയട്ടെ എന്നുള്ള മട്ടിലാണ് ഈ യുക്തിവാദികളുടെ ഇതെന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇതിൽ ഇത്ര അർമാദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഗസയിൽ നമ്മൾ കണ്ട അതേ മുക്കൂട്ട് മുന്നണിയാണ് ഇവിടെ അമേരിക്കയുടെ ഇതിനെയും പിന്തുണക്കാൻ കാണുന്നത്. വിചിത്രമായ കാര്യമാണ്. പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എന്തെങ്കിലും വലിയ കാര്യം സംഭവിക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ഒരു പക്ഷേ നാളെ കൊളംബിയയിലേക്കും ഇദ്ദേഹം ഇങ്ങനെ കടന്നു കയറിയേക്കാം, ക്യൂബയിലേക്കും കടന്നു കയറിയേക്കാം. ക്യൂബയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ മിയാമി എന്ന് വളരെ കുറഞ്ഞ ദൂരെ ക്യൂബയിലേക്കുള്ള അടിപൊളി റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ കാസിനോസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു പക്ഷേ നല്ലൊരു റിയൽ എസ്റ്റേറ്റ് ഏരിയ ആയിട്ടായിരിക്കും, ഒരു റിയൽ എസ്റ്റേറ്റ് പ്ലോട്ടായിട്ടായിരിക്കും ചിലപ്പോൾ ട്രംപ് ക്യൂബയെ കാണുന്നത്. അതും ഒരു പക്ഷേ സംഭവിച്ചേക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഈ ലോകത്തെ നിലനിർത്തുന്ന ഈ ചരടുകൾ മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്വാഭാവിക പരിണതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് പൊട്ടുകയും പുതിയ ചില ചരടുകൾ രൂപപ്പെടുകയും ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ലോകത്തെ നിയന്ത്രിക്കുന്ന ചരട് ശരിക്കും ആണവായുധമല്ലേ? പവർ ബാലൻസ് ആണ്. ഇറാനിൽ കയറി അടിക്കുന്നു. ഇറാനിൽ അവരുടെ ബോംബില്ല എന്നവർക്കറിയാം. യെസ്, എന്തായാലും ലോകത്ത് അതിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്, എന്നൊരു സിസ്റ്റം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ശരിയാവണ്ണം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം അവശേഷിപ്പിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ലോകക്രമം സിസ്റ്റം എന്നൊക്കെ വീണ്ടും ഒന്ന് പുനഃസൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകളിൽ സഞ്ചരിക്കുകയാണോ നാം എന്നാണ് ചോദ്യം.